നമ്മുടെ ആവശ്യമാണല്ലേ ഇവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുക എന്നുള്ളത്. ഇവർക്കൊന്നും വേണ്ട, ഇവർക്ക് ഇങ്ങനെ ചാടി ഓടി കളിച്ച് നടന്നാൽ മതി. പക്ഷെ നമുക്ക് അവിടെ ആവശ്യമാണല്ലോ കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ രാവിലത്തെ ഫുഡ് കൊടുക്കാനുള്ള തന്ത്രപ്പാടിലാണ് കേട്ടോ. അവിടെയും ചാടി ഇവിടെയും ചാടിയൊക്കെയാണ് കഴിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഫോൺ കൊടുക്കണം അടങ്ങിയിരിക്കാൻ. അതൊരു വിധത്തിൽ തീർത്തപ്പോൾ അടുത്തത് ചാച്ചാൻ വേണ്ടിയിട്ടുള്ള വഴക്കാണ് കേട്ടോ. അവർക്ക് ഫുഡ് കഴിച്ച് കഴിയുമ്പം കുറച്ച് നേരം പോയി കിടക്കണം, ഒന്നിനും അല്ല ചുമ്മാതെ കിടക്കണം. അതിനാണ് ഈ പാവയും എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്നത്. കരഞ്ഞിട്ട് ഫലമൊന്നും കാണാത്തതിന് പിന്നെ ഓടിപ്പോയി ടി വി നിർത്തിയിട്ട് വന്നിട്ടാണ് എന്നെയും വിളിച്ചുകൊണ്ട് പോയത്. ചാച്ചിട്ടൊക്കെ വന്നിട്ട് ഞാൻ കറി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ടോ വലിഞ്ഞു കയറുന്നത്. എപ്പോഴും ഇതാണ് പരിപാടി. വലിഞ്ഞു കയറി അവിടെ വന്നിട്ട് ഇരിക്കും. വന്നിട്ട് ഇരുന്നിട്ട് കാലും കൊണ്ട് കസാരയിലോട്ട് തട്ടി മുട്ടിക്കൊണ്ടൊക്കെ ഇരിക്കും. അതിനുശേഷം ഈ ഇരിക്കുന്ന പാത്രങ്ങളെല്ലാം അവൾക്ക് വലിച്ചു വരണം. ഞാനിവിടെ നിൽക്കുന്നുണ്ടാട്ടോ അടങ്ങി അവിടെ വന്നിരിക്കുന്നത്. ഞാനൊന്ന് പാത്രം കഴുകാൻ തിരിച്ചു പോയിട്ട് വന്നപ്പോഴത്തേന് കണ്ടോ കടുക് പാത്രം എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കണ്ടപ്പം അകാലത്തിലോട്ട് നോക്കിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ കൈ ഊരാൻ പറ്റുന്നില്ല. പിന്നെ ഇങ്ങനെ ആൾ തന്നെ വലിച്ച് ഊരിയെടുത്ത്. ഇവർ പിന്നെ അങ്ങനെയാണല്ലോ, ഒരു സെക്കൻഡ് അടങ്ങിയിരിക്കുകയാണെന്നുള്ളത് ഇവർക്ക് പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ കറിക്ക് ഉപ്പ് നോക്കിക്കൊണ്ടിരുന്നപ്പം അവൾക്കും വേണമെന്ന് പറഞ്ഞു. എപ്പോഴും കറിക്ക് ഉപ്പ് നോക്കുന്ന കണ്ടാൽ അവൾക്ക് വേണം കേട്ടോ. അങ്ങനെ കറി ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സൂപ്പറാണെന്ന് പറഞ്ഞു. അതിനുശേഷം ഇച്ചിരി ഉപ്പ് വേണം അമ്മയെന്ന് പറഞ്ഞു. ഉപ്പിടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും കൂടെ നോക്കി ഉപ്പുണ്ടോയെന്ന്. അപ്പോൾ ഉപ്പ് നോക്കിയപ്പം എനിക്കും കൂടെ തോന്നി ഇച്ചിരി വേണമെന്ന്. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. ടാറ്റ ബൈ ബൈ, സീ യു.